കൂർക്ക ഇട്ട് വെച്ച ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില എല്ലാം ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് തക്കാളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഇളക്കി വേവിക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് മൂടി വെച്ച് 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം ബീഫ് വേവിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചാറ് അല്പം ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ബീഫും കൂർക്കയും നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ എണ്ണയും കൂടി ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വരട്ടിയെടുക്കുക. ഇപ്പോൾ രുചികരമായ ബീഫും കൂർക്കയും കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.